ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ചെക്ക് ഫിൽ ചെയ്യുന്നതെന്നായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇന്ന് നമുക്ക് ചെക്കിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ചെക്കിനെ മെയിനായി രണ്ടായാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ഓപ്പൺ ചെക്കും ക്ലോസ്ഡ് ചെക്കും. ഓപ്പൺ ചെക്കിനെ വീണ്ടും നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: ഓർഡർ ചെക്ക് എന്നും ബെയറർ ചെക്ക് എന്നും. ബെയറർ ചെക്ക് ആരാണോ ആ ചെക്ക് കൊണ്ട് പോകുന്നത് അവർക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ കഴിയുന്നതാണ്. ഓർഡർ ചെക്കിൽ ബെയറർ എന്ന് കാണുന്ന ഈ ഭാഗം കട്ട് ചെയ്ത് കളയും. അതിനെയാണ് ഓർഡർ ചെക്ക് എന്ന് പറയുന്നത്. ഓർഡർ ചെക്കിൽ ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് അവർക്ക് മാത്രമേ ക്യാഷ് കൊടുക്കുകയുള്ളൂ. ചെക്കിന്റെ ലെഫ്റ്റ് ടോപ്പ് എൻഡിലായി ഈ കാണുന്നത് പോലെ രണ്ട് പാരലൽ ലൈൻസ് വരയ്ക്കുന്നതിനെയാണ് ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുന്നത്. ക്രോസ്ഡ് ചെക്കിനെയും രണ്ടായി തിരിക്കാം: ജനറൽ ക്രോസിംഗ് എന്നും സ്പെഷ്യൽ ക്രോസിംഗ് എന്നും. സ്പെഷ്യൽ ക്രോസിംഗിൽ ഏതെങ്കിലും ബാങ്കിന്റെ നെയിം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ് ക്രോസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, പാരലൽ ലൈൻസിന്റെ ഇടയിൽ SBI എന്നോ SBI അക്കൗണ്ട് പേ എന്നോ എഴുതി ക്ലോസ് ചെയ്യുന്നത്. ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ പേയുടെ SBIയിലുള്ള അക്കൗണ്ടിലേക്ക് മാത്രമേ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ജനറൽ ക്രോസിംഗിൽ ആ പാരലൽ ലൈൻസിനുള്ളിൽ ആൻഡ് കമ്പനി, അക്കൗണ്ട് പേ, നോട്ട് നെഗോഷ്യബിൾ എന്നൊക്കെ എഴുതി ക്ലോസ് ചെയ്യുന്നതാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പേയുടെ അക്കൗണ്ട് വഴി മാത്രമാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നാണ്. ഈ വീഡിയോയിലൂടെ വിവിധ തരത്തിലുള്ള ചെക്കുകളെ കുറിച്ച് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.